നമസ്കാരം സർ. നമസ്തേ. പുതിയ സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ ഫിഷറീസ് വകുപ്പിന് വേണ്ടിയിട്ട് ലീഗ് വലിയ വാശി പിടിക്കുകയാണ്. എന്താണ് ഫിഷറീസ് വകുപ്പിന് ഇത്ര വലിയ പ്രത്യേകത? കടലിന് വല്ല മതവുമുണ്ടോ? അറേബ്യൻ കടലല്ലേ? അപ്പോ അതിനകത്ത് രസകരമായൊരു സംഭവം ഉണ്ടാകും. നമുക്ക് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശമുണ്ട്. അത് നമ്മളുടെ സമ്പദ്ഘടനയെ വലിയ സ്വാധീനം ചെലുത്തുന്നത്, നമ്മുടെ തീരദേശ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും ആണെന്നതിന് പുറമെ അതിനൊരു നയതന്ത്ര പ്രാധാന്യവും ഈ അടുത്ത കാലത്ത് വരികയുണ്ടായി. ഒന്ന്, നമ്മുടെ ദേശീയ ഗവൺമെന്റ് അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു രാജ്യ അതിർത്തി പ്രദേശമായിട്ട് ഈ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ കേരളത്തിന്റെ തീരത്തും, അതായത് കണ്ടല തുറമുഖം മുതൽ മംഗലാപുരം തുറമുഖം വരെ മാത്രമല്ല, മംഗലാപുരത്തു നിന്ന് തെക്കോട്ട് കന്യാകുമാരി വരെ നീളുന്ന തീരപ്രദേശം അതീവ ജാഗ്രതയോടെ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ട്. ഇന്ന് കേരള തീരങ്ങൾ കേന്ദ്രീകരിച്ച് മനുഷ്യക്കള്ളക്കടത്ത് നടത്തുന്നതിന്റെ ചില ഉദാഹരണങ്ങളും സംഭവങ്ങളും ഈ അടുത്ത കാലത്തുണ്ടാകും. കൊച്ചി തീരത്ത് നിന്ന് അജ്ഞാത നൗകകളിൽ കയറി 250ഓളം പേർ സ്ഥലം വിട്ടതിനെ പറ്റി ഒരു വാർത്ത വന്നിരുന്നു. അവര് പോയത് ന്യൂസിലൻഡിലേക്കാണോ ഓസ്ട്രേലിയയിലേക്കാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് തമിഴ് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകൾ ഇവിടെ മുനമ്പം ദ്വീപിൽ വന്ന് രഹസ്യമായി താമസിച്ചിട്ട് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് കടന്നുപോയത്. കൂടാതെ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ഒരു വലിയ ശൃംഖല പൊട്ടിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. അത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് എത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വിഴിഞ്ഞം വരെയുള്ള തീരപ്രദേശത്ത് കൂടി കള്ളക്കടത്തുകാരുടെ ഒരു സ്വർഗ കവാടമായിട്ടാണ് അടുത്ത കാലത്ത് നമ്മൾ കരുതിപ്പോരുന്നത്. ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ദേശീയ സുരക്ഷ നടപടികൾക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു തീരദേശമാണ് കേരള തീരം. അപ്പൊ അതുകൊണ്ട് ഈ ഫിഷറീസ് വകുപ്പിന് മുമ്പെങ്ങും ഇല്ലാത്ത ഒരു പ്രാധാന്യം ഈ പ്രാവശ്യം UDF ഗവൺമെന്റ് കൽപ്പിച്ചത് എന്തുകൊണ്ട്? മുമ്പ് അത് അപ്രധാനമായ വകുപ്പായിരുന്നു. മത്സ്യബന്ധനത്തെ സഹായിക്കുന്ന ഒരു വകുപ്പ് എന്നതിനപ്പുറത്ത് അതിന് വലിയ പ്രാധാന്യം. പക്ഷെ ഈ അടുത്ത കാലത്തായി തീരദേശ പോലീസ് എന്ന് പറയുന്ന പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ തീരദേശത്ത് ഉണ്ടാകുകയും അവിടെ തീരദേശ ജാഗ്രത പുലർത്തുന്നതിന് കോസ്റ്റൽ പോലീസ് എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗമൊക്കെ ഭാഗികമായിട്ട് വേണ്ടത്ര ഉണ്ടായിട്ടില്ല. കുറച്ചെങ്കിലും പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ കോസ്റ്റൽ പോലീസ് സജീവമാകുകയും ഒക്കെ ചെയ്തു. ഇനിയും അത് കൂടുതൽ സജീവമാകുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ് ഉദാരമായി ഈ പ്രദേശത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ ആ വകുപ്പിന് ഒരു അമിത പ്രാധാന്യവും അതിനുവേണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപിത താല്പര്യം ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുണ്ടായി. ഇപ്പോൾ ലീഗ്, ലത്തീൻ സമുദായ സഭയും ആ വകുപ്പിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ലത്തീൻ സമുദായത്തിന്റെ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കടലിനെ അറിയുന്നവർക്ക് ആ വകുപ്പ് നൽകണം എന്നാണ്. കടലിനെ അറിയുന്നവർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും കൂടുതലുള്ളത് ആ ബിഷപ്പിന്റെ സമുദായത്തിൽ നിന്നാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഇത് കൂടാതെ ബിസിനസ് താല്പര്യങ്ങളും കേരള തീരത്ത് പണ്ടേ ഉണ്ട്. ആ ബിസിനസ് ലോബിയാണ് മാറാട് കലാപത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നതെന്നും അന്നേ പോലീസിന് റിപ്പോർട്ടുകളുണ്ടായി. അപ്പോൾ ഇവിടെ കലാപങ്ങൾ തീരപ്രദേശത്ത് സംഘടിപ്പിച്ചും അവിടുത്തെ സ്ഥിരതാമസക്കാരായ ആളുകളെ അവിടുത്തെ ഭയപ്പെടുത്തി ഓടിച്ചും ഭൂമി കൈവശപ്പെടുത്തുവാനുള്ള ചില ശക്തികൾ, ബിസിനസ് ശക്തികളും ശ്രമം നടത്തിയിരുന്നു. അതിന് സമുദായ
വൈരത്തിന്റെ നിറം കൊടുത്ത് വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോ തീരദേശം അതീവ ജാഗ്രതയുടെ ഇത്തരം കാരണങ്ങളാൽ പരിപാലിക്കപ്പെടേണ്ടതാണ്. എനിക്ക് വേറൊരു നിർദ്ദേശം കൂടി ഈ കാര്യത്തിലുണ്ട്. നമ്മുടെ ഈ കേരളത്തിന്റെ ഈ തീരത്ത് നമ്മള് വർഷങ്ങളായി അറബിക്കടൽ എന്ന് വെച്ചു വരുന്നു. അറബിക്കടൽ കേരളത്തിന് അതിരിടുന്നത്, അറബിക്കടലിന്റെ ദാനമാണ് കേരളം എന്ന പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അറേബ്യയിൽ നിന്ന് മാത്രം അതിരിടുന്ന ഒരു കടലല്ല. കേരളത്തിന്റെ തീരത്ത് ഈ കടലിന് വേണമെങ്കിൽ വേറെയും പേരിടാം. ഗുരുവായൂർ സാഗര തീരം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നമുക്ക് കന്യാകുമാരി മുതൽ അങ്ങ് ദ്വാരക വരെ, കടല തുറമുഖം ഉൾപ്പെട്ട ഗുജറാത്തിന്റെ തീരം വരെ, ദ്വാരക വരെ ഈ കടലിന് വേറൊരു പേരിട്ടാൽ എന്താണ് കുഴപ്പം? വേണമെങ്കിൽ ഗുരുവായൂർ സാഗര തീരം എന്ന് പേരിടാവുന്നതാണ്. പുരാതന കാലത്ത് കുമരികണ്ഠം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നുവെന്നും അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അസ്തമിച്ചു പോയതാണെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഗവേഷണങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഗവേഷകന്മാർ കുമരികണ്ഠം എന്ന് പറയുന്ന ഒരു തമിഴ് പാണ്ഡ്യ രാജവംശം, ഒരു രാജ്യം ഈ സൗത്ത് ഇന്ത്യൻ കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്നുവെന്നും അത് സമുദ്രത്തിൽ ആണ്ടുപോയതാണ്. മഡഗാസ്കർ ദ്വീപ് മുതൽ ആസ്ട്രേലിയ വരെ നീണ്ടു കിടന്ന ഒരു കരവിഭാഗമായിരുന്നു ആ ഭൂഖണ്ഡമെന്നും പിന്നെ ഗവേഷകന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് പക്ഷേ വ്യക്തമായ ഒരു ഓഷ്യാനിക് സർവേയിലൂടെ ടാഞ്ചിബിൾ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടെങ്കിലും ലിറ്ററേച്ചറില് സംഘകാല സാഹിത്യത്തിനൊക്കെ കുമരികണ്ഠം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോ അങ്ങനെ കന്യാകുമാരി എന്ന് പറയുന്ന ആ പിന്നെ ദേവതാ സങ്കല്പവും ആ പ്രദേശവും ഒക്കെ ഒരു അറേബ്യൻ കടലിന്റെ സാമീപ്യം കൊണ്ട് അറിവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രദേശത്തെ ഈ കടലിന്റെ പേര് തന്നെ മാറ്റേണ്ട കാലം അതിക്രമിച്ചു. അതെ സർ, ഉത്തരേന്ത്യയിൽ ഹിന്ദുസാഗരം എന്നാണ് പറയുന്നത്. ഹിന്ദുസാഗരം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതെ, അത് ഹിന്ദുസാഗരവും ഇത് സിന്ധുസാഗരവും എന്ന്, ഹിന്ദു മഹാസമുദ്രമെന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തെയും സിന്ധുസാഗരമെന്ന് അറേബ്യൻ സീയെയും ഗംഗാസമുദ്രമെന്ന് ബംഗാൾ ഉൾക്കടലിനെയും ഉത്തരേന്ത്യയിൽ വിളിക്കാറുണ്ട്. അങ്ങനെ സിന്ധുസാഗരം സിന്ധുസാഗരം എന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ട് പലപ്പോഴും. സിന്ധ് എന്നുള്ള വാക്ക് പിന്നെ ഇന്ത് എന്നതിന്റെ ഇന്ത്യൻ പരിഭാഷ സാൻസ്ക്രിറ്റ് ആണെന്നാണ് കരുതുന്നത്. അപ്പം കാരണം ഇൻഡസ് വിളിച്ചാണ് ഇന്ത്യക്കാര് ഹൈന്ദവ താഴ്വരയിൽ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിലാണല്ലോ ആ പ്രയോഗം. ഏതായാലും ഈ അറേബ്യൻ കടലിന്റെ തീരത്തേക്ക് ആധിപത്യം കിട്ടാനും അതിന്റെ ഭരണസാരഥ്യം ഏർപ്പെടുത്താനും ഇത് കാണിക്കുന്ന ആവേശത്തിന്റെ പിന്നിൽ ചില കുൽസിത ലക്ഷ്യമുണ്ട് എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. ശരിയാണ്, വളരെയധികം ശരിയാണ്. അത് വളരെയധികം ശരിയാണ്. നമുക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു പ്രദേശമാണ് കേരളത്തിന്റെ തീരപ്രദേശം പ്രത്യേകിച്ച്. അപ്പോ അതിൽപ്പെട്ടു വരുന്ന കർണാടകത്തിന്റെയും ഗോവയുടെയും ഗുജറാത്തിന്റെയും തീരം അവരവരുടെ സംസ്ഥാനത്ത് അവർ നോക്കിക്കൊള്ളു. പക്ഷേ കേരള തീരത്ത് 600 കിലോമീറ്ററോളം ദൂരമുള്ള കേരള തീരം അത് കള്ളക്കടത്തുകാരുടെ സ്വർഗഭൂമിയാകാനും മയക്കുമരുന്ന് വ്യാപാരികളുടെ പിന്നെ കവാടമായി തീരാനും ഇടവരാതെ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അത് ആ വകുപ്പിന് വേണ്ടി രണ്ട് സമുദായങ്ങളുടെ നേതാക്കൾ മത്സരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. എന്താണ് അതിന്റെ താല്പര്യം? തീർച്ചയായും അത് വരും ദിവസങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്.